എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ കട്ട്ലറ്റ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ചിക്കൻ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം എല്ല് മാറ്റി മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തത്, മുട്ട, ബ്രെഡ് ക്രംസ് ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. മുട്ടയിലേക്ക് അല്പം കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, അല്പം ഗരം മസാല, മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അല്പം കരിയാപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കണം. എല്ലാം ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയെടുക്കാം. ശേഷം ചൂടായ എണ്ണയിലേക്ക് വറുത്ത് കോരിയെടുക്കാം.
ചിക്കൻ കട്ട്ലറ്റ് തയ്യാറായിട്ടുണ്ട്.